സുഹൃത്തുക്കളെ, ഈ പ്രതിനിധി സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട് വലിയ ആശങ്കകൾ ഉയർത്തിക്കൊണ്ട് ദാരുണമായ ഒരു പ്രകൃതി ദുരന്തം സുനാമി ജാപ്പാന്റെ കടലോരങ്ങളിൽ ആഞ്ഞടിച്ചു വീശിയ ആ സംഭവം നമുക്കൊക്കെ അറിയാം. നമ്മളെല്ലാം വളരെയധികം വേദനിക്കുന്നുണ്ട്. സുനാമി ദുരന്തത്തിന് ഇരകളായ 1000-ലധികം ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞല്ലോ. സുനാമി ദുരന്തത്തിന് ഇരകളായ നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ദാരുണമായ ആ ദുരന്തത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ വേദനയും ആ വേദന അനുഭവിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യവും മരണപ്പെട്ടുപോയ ആളുകൾക്ക് പരലോക ശാന്തി ഉണ്ടാകട്ടെ എന്ന നമ്മുടെ ഹൃദയംഗമമായ പ്രാർത്ഥനയും ഉൾക്കൊണ്ടുകൊണ്ട് 1 മിനിറ്റ് നേരം എല്ലാ ആളുകളും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മഹാനായ മഹ്മൂദ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇത് സ്ഥാപിച്ചത്, ഇക്കാലം അത്രയും അതിനുവേണ്ടി വേർപ്പും ആരോഗ്യവും ചിലവഴിച്ച പ്രവർത്തകന്മാരെയൊക്കെ തന്നെ ഒറ്റുകൊടുത്തുകൊണ്ട് ജൂദാസുകളാകാൻ വേണ്ടി ശ്രമിച്ച നേതാക്കൾക്ക് താക്കീതാണ് ഈ സമ്മേളനം. നന്മ ചെയ്യാനും നന്മയിലേക്ക് വലതു സമൂഹത്തെ നയിക്കുവാനും നാട്ടിൻ്റെയും സമൂഹത്തിൻ്റെയും ഗുണകരമായ പ്രക്രിയകൾക്ക് ഭാഗമാക്കാനും സാക്ഷികളാകാനും സർവശക്തനായ റബ്ബ് നിങ്ങൾക്കും എനിക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ സ്നേഹങ്ങൾ, ഈ ത്യാഗങ്ങൾ അള്ളാഹു നമുക്ക് ഗുണകരമായി ഭവിക്കുവാനും അനുഭവിക്കാനും സൗകര്യപ്പെടുത്തുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇബ്രാഹിം സുലൈമാൻ സ്ഥാപിച്ച പാർട്ടിയാണ് നാഷണൽ ലീഗ്. ഈ പാർട്ടി രൂപീകരണത്തിന് മുമ്പ് ഈ മുതലക്കുളം മൈതാനിയിലെ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഒരു പ്രഖ്യാപനം നടത്തി. അന്ന് അദ്ദേഹം മുസ്ലിം ലീഗുകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സർവശക്തനായ അള്ളാഹുവിൻ്റെ പള്ളി ബാബരി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്ന സഹായം ചെയ്തു കൊടുത്ത കോൺഗ്രസുമായുള്ള ബന്ധം മുസ്ലിം ലീഗ് പ്രസ്ഥാനം പിൻവലിക്കണം. അധികാരത്തെക്കാൾ വലുത് ആദർശമാണ്. അധികാരത്തോട് ഒട്ടിനിന്ന് ആദർശം പണയം വെക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യമല്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ MLA-മാർ കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർ ചോദിച്ചു, ഞങ്ങൾ ഈ ഏണി കൊണ്ടുപോയി എവിടെ ചാരും, ഏത് മുന്നണിയാണ് നമ്മൾ സ്വീകരിക്കാനിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് പറഞ്ഞു, എനിക്ക് സർവശക്തനായ റബ്ബിൽ വിശ്വാസമുണ്ട്. രാജ്യത്തെ മുന്നണികളല്ല എനിക്ക് ഭക്ഷണം നൽകുന്നതും എന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ മുന്നണികൾക്ക് വേണ്ടി മരിക്കാനും മുന്നണികൾക്ക് വേണ്ടി സുജൂദിടാനും എന്നെ കിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നായകത്വത്തിലേക്ക് നടന്നു നീങ്ങിയത് എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കാസർകോട്ടിൽ നിന്ന് കൊമ്പ് കുലുക്കിയാൽ ചില ചില്ലികളിൽ കയറിയിരുന്ന് ചില പക്ഷികൾ കുലുക്കുമ്പോൾ പക്ഷികൾക്ക് തോന്നാറുണ്ട് പോലും ഈ ഭൂമി കുലുങ്ങുന്നത് എൻ്റെ ഈ കുലുക്കൽ കൊണ്ടാണ് എന്ന്. അങ്ങനെ കാസർകോട്ടെ രാജാവ് ഞാനാണെന്ന് പറഞ്ഞു നടന്ന മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ ഇല്ലത്തിൽ നിന്ന് പാവപ്പെട്ട കാസർകോടിന്റെ മക്കളിത് ഇന്ത്യൻ നാഷണൽ ലീഗിന് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് 100 കണക്കിന് വാഹനങ്ങൾ കോഴിക്കോട്ടേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നാഷണൽ ലീഗ് പ്രസ്ഥാനം ആരുടെയും തറവാട്ട് സ്വത്തല്ല. നാഷണൽ ലീഗിനെ തറവാട്ട് സ്വത്താക്കി വിൽക്കാനെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വളരെ വിനീതമായി ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ എറണാകുളത്തെ വീട് തീരെഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിന്റെ മക്കൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ ലീഗ് തീരെഴുതി കൊടുത്തിട്ടില്ല. അത് ഈ രാജ്യത്തെ ആയിരക്കണക്കായ മതന്യൂനപക്ഷങ്ങളുടെ കൈകളിലേക്കാണ് ഏൽപ്പിച്ചു പോയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കോഴിക്കോട്ടെ കടപ്പുറത്ത് നിന്ന് എങ്ങനെയാണ് നാഷണൽ ലീഗിനെ പിരിച്ചുവിടാൻ കഴിയുക? ഇന്ത്യൻ നാഷണൽ ലീഗിൽ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ ആരാ?
ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബിനോടൊപ്പം, ബാഫക്കി തങ്ങളോടൊപ്പം, ഖായിദമിനത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോടൊപ്പം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നേതൃനിരയിലിരുന്ന വ്യക്തി, ഉത്തർപ്രദേശ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിലുള്ള ആരായിരുന്നു പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥക്കെതിരായി ശബ്ദിച്ചു പോയി എന്നതിന്റെ പേരിൽ ഉത്തരേന്ത്യയിലെ ജയിലുകളിൽ ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബിന്റെ അനുചരനായിരുന്ന പ്രൊഫസർ മുഹമ്മദ് സുലൈമാനെ അടയ്ക്കുകയുണ്ടായി. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജ്ഞിയായിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ഇബ്രാഹിം സുലൈമാൻ സെട്ട് വിളിച്ചു പറഞ്ഞു, എന്റെ അനുജൻ അതാ അങ്ങ് ജയിലിൽ കിടക്കുന്ന ഉത്തർപ്രദേശിൽ ജയിലറുകളിൽ, അദ്ദേഹത്തെ ഇറക്കി വിടുന്നില്ലെങ്കിൽ എന്നെ ജയിലറക്കുള്ളിലേക്ക് എടുത്തുകൊണ്ടെങ്കിലും നിങ്ങൾ എന്നോട് നീതി പുലർത്തണമെന്ന് പറഞ്ഞപ്പോ ഗത്യന്തരമില്ലാതെ ഇന്ദിരാഗാന്ധിക്ക് അടിയന്തരാവസ്ഥയിൽ പ്രൊഫസർ മുഹമ്മദ് സുലൈമാനെ ജയിൽ മോചിതനാക്കേണ്ടി വന്നു. BJP ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ എന്താ ഉണ്ടായത്? BJP ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ ഡൽഹിയിൽ വെച്ച് പരസ്യമായി ഖുർആൻ കത്തിച്ചു. അതിനെതിരായി ശക്തമായ പ്രതിഷേധ പ്രകടനവുമായി പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ മുമ്പോട്ട് വന്നു. അതിന്റെ ഫലമായി ദീർഘകാലം ഉത്തർപ്രദേശിലെ ജയിലറയ്ക്കുള്ളിൽ ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബിന് അനുചരനായ പ്രൊഫസർ മുഹമ്മദ് സുലൈമാനെ BJP ഭരണകൂടം തടങ്കലിട്ടു. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പോലും തടഞ്ഞു വെച്ചു. ആ പ്രൊഫസർ മുഹമ്മദ് സുലൈമാനെ പിരിച്ചുവിടാൻ ഏതെങ്കിലും പീക്കിരി പിള്ളേര് വിചാരിച്ചാൽ സാധിക്കുമോ എന്ന് വളരെ വിനീതമായി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ ലീഗിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വന്നത് നമുക്കറിയാം. ആന്ധ്രാപ്രദേശിന്റെ വീരപുത്രൻ ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബിന്റെ സന്തത സഹചാരി, ഇന്ത്യയിലെ ഒരുപാട് മുസ്ലിം പ്രസ്ഥാനങ്ങളുടെ അനിഷേധ്യനായ അമരക്കാരൻ അഡ്വക്കേറ്റ് അലാവുദ്ദീൻ അൻസാരി സാഹിബാണ്. ഇന്ത്യൻ നാഷണൽ ലീഗ് രാഷ്ട്രീയത്തിൽ അത്യാചാരങ്ങൾക്കെതിരെ, ഇന്ത്യൻ നാഷണൽ ലീഗ് വർഗീയ പ്രതിലോമതകൾക്കെതിരാണ്, ഇന്ത്യൻ നാഷണൽ ലീഗ് തീവ്രവാദ നിലപാടുകൾക്കെതിരാണ്, ഇന്ത്യൻ നാഷണൽ ലീഗ് അഴിമതികൾക്കെതിരാണ്, ഇന്ത്യൻ നാഷണൽ ലീഗ് രാഷ്ട്രീയത്തിന് സദാചാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന് സദാചാരവും ധാർമ്മിക ദിശാബോധവും വേണമെന്ന് പറയാൻ എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇന്ത്യൻ നാഷണൽ ലീഗിന് മാത്രമേ സാധിക്കൂ. ഇന്ത്യൻ നാഷണൽ ലീഗിന് ആ കാര്യം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കൂടുതൽ ബാധ്യതകൾ നമ്മുടെ കൈകളിൽ വന്നിരിക്കുകയാണ്. കാരണം ആ രീതിയിലാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിലെ കുത്തക മുതലാളിമാരെ മാത്രം പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഹിന്ദുസ്ഥാൻ ലിവറും ബ്രൂക്ക് ബോണ്ടും ഗില്ലറ്റും പ്രോംപ്റ്റർ ആൻഡ് ഗാംബറും അതുപോലെ തന്നെ ബർജറും മോൺസാന്റോയും വിവാന്റയും ഒക്കെ തന്നെ നമ്മുടെ മാർക്കറ്റുകളിൽ രൂപമൂലമായിരിക്കുന്നു. നമ്മുടെ കമ്പോളങ്ങളെ അവർ കൈയടിത്തിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അതുപോലെ തന്നെ ഒരുപാട് ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും വിലക്കയറ്റത്തെ, നമ്മുടെ ബജറ്റ് വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനുള്ള യാതൊരു ഉപാധിയും ബജറ്റ് മുന്നോട്ട് വെച്ചില്ല എന്നുള്ളത് ഖേദകരമാണ്. മാത്രമല്ല, നമ്മൾ ആലോചിക്കാൻ മനസ്സിലാക്കേണ്ടത്, ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടത്, വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ യാതൊരു ഉപാധിയും നമ്മുടെ ബജറ്റ് മുന്നോട്ട് വെക്കാത്തത് കൊണ്ട് തന്നെ വിലക്കയറ്റം മേലിൽ കൂടുതൽ രൂക്ഷമാകും എന്നുള്ളതാണ്. ആ പാവങ്ങളുടെ കാര്യം പറയാൻ ആരാ ഉള്ളത്? പാവങ്ങളുടെ രക്ഷക്കാരാ ഉള്ളത്? നമ്മുടെ FCI ഗോഡൌണുകളിൽ ലക്ഷക്കണക്കിന് ടൺ അരിയും ഗോതമ്പും ഒക്കെ കെട്ടിക്കിടക്കുന്ന കാര്യം ഒരിക്കൽ സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി. നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ FCI ഗോഡൌണുകളിൽ ലക്ഷക്കണക്കിന് അരിയും ഗോതമ്പും കെട്ടിക്കിടക്കുന്നു. പക്ഷെ എന്താണെന്ന് അറിയോ? അത് വിതരണം ചെയ്യാത്തത് വേൾഡ് ബാങ്കിന്റെ തിട്ടൂരമുണ്ട്. നോ മോർ സബ്സിഡി പാടില്ല എന്ന വേൾഡ് ബാങ്കിന്റെ തിട്ടൂരം കാരണം ഒരിക്കൽ എഴുതി ചോദിച്ചു അത്രേ വേൾഡ് ബാങ്കിനോടും. IMFും വേൾഡ് ബാങ്കും ഒക്കെ പറയുന്ന സംഗതികൾ അക്ഷരം പ്രതി നടപ്പാക്കുന്ന ബാധ്യതയാണല്ലോ നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണാധികാരികൾക്കുള്ളത്. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളോടും ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളോടും ശ്രീമാൻ ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അധികാരമാണ് വലുത്, അധികാരമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പോലും അതിനെ പ്രതിഷേധിക്കാതെ നിന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ പൊതുയോഗത്തിൽ കടപ്പുറം INL എന്ന നാണയം പൊതിഞ്ഞ് തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ഇതാ എല്ലാം ഞങ്ങൾ ഇവിടെ തങ്ങളുടെ പെട്ടിയിൽ കൊണ്ടുവെക്കുന്നു. പക്ഷെ ഇന്നാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്ന് പൊതിഞ്ഞ് കടപ്പുറത്ത് നിന്ന് INL എന്ന് പറഞ്ഞ് പൊതിഞ്ഞു കൊടുത്ത ആ നാണയമെടുത്ത് ഇപ്പോൾ നോക്കി
സംഭവിച്ചത് അത് കള്ള നാണയമാണ് എന്ന് തങ്ങൾക്കും കൂട്ടുകാർക്കും മനസ്സിലായി കാണും. അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർ, നിങ്ങൾ ചെയ്ത ഈ വഞ്ചന ഈ രാജ്യം മറക്കുകയില്ല എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്.